ഈ ഓഡിറ്റ് റിപ്പോർട്ട് വിജയൻ അസോസിയേറ്റ് തയ്യാറാക്കുന്നത് ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്? നവംബർ 14 കൊടുത്തിരിക്കുന്ന ദേവസ്വം കമ്മീഷന്റെ റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട്. ദേവസ്വം ബോർഡ് വാസ് ഡയറക്റ്റഡ് ടു ഫർണിഷ് ദ ഓഡിറ്റഡ് അക്കൗണ്ട്സ് ടു സ്പെഷ്യൽ കമ്മീഷണർ. അതായത് ദേവസ്വം ബോർഡാണ് കണക്ക് കൊടുക്കേണ്ടത്. ദേവസ്വം ബോർഡ് ആരാ കൊടുക്കുന്നത്? ദേവസ്വം കമ്മീഷണറാണ്. ആ ദേവസ്വം കമ്മീഷൻ നവംബർ മാസം 4 ഒരു കണക്ക് കൊടുത്തിട്ടുണ്ട്. ആ കണക്ക് എവിടെ? ഈ ഓഡിറ്റ് ചെയ്ത ശേഷം ദേവസ്വം കമ്മീഷണർ ആണ് കൊടുക്കേണ്ടത്. 45 ദിവസത്തിനകം കൊടുക്കേണ്ടത്. അതാണ് ചോദ്യം. ആ ദേവസ്വം കമ്മീഷണർ കൊടുത്ത 11/4 ഹൈക്കോടതിയിൽ തന്നെ നേരിട്ട് കൊടുത്ത കടലാസാണ് 4,99,000. അതായത് ഈ ജയശങ്കർ പറയുന്നത് ഹൈക്കോടതി റിപ്പോർട്ട് വായിച്ചിട്ടുണ്ടാവുമല്ലോ സ്വാഭാവികമായും. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്ക് തരണമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. അതായത് നേരത്തെ ഹൈക്കോടതിക്ക് കൊടുത്ത കാര്യമല്ല പറയുന്നത്, എനിക്ക് തരണമെന്ന്. സ്പെഷ്യൽ കമ്മീഷണർക്ക് തരണമെന്ന് കോടതി നിർദ്ദേശിച്ച നിർദ്ദേശമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തരേണ്ടതാണ് 45 ദിവസത്തിനകം ഓഡിറ്റഡ് അക്കൗണ്ട്. ആര്? ദേവസ്വം കമ്മീഷണർ. ദേവസ്വം ബോർഡിനെ അധികരിച്ച് ദേവസ്വം കമ്മീഷണർ എനിക്ക് തരേണ്ട കണക്കനുസരിച്ച് എനിക്ക് തന്നതിൽ, ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു, ആക്ച്വൽ ക്വാണ്ടിറ്റി, ആക്ച്വൽ റേറ്റ്. ഒരു മിനിറ്റ് അത് വെച്ചുകൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയതാണ്. വയനാട് ദുരന്തത്തിന്റെ കാര്യത്തിൽ ഇതാ സംഭവിച്ചത്. ആദ്യം പറഞ്ഞ എന്താ? ആദ്യം ആക്ച്വൽസ് എന്ന് പറഞ്ഞ അതല്ല. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ല. ആക്ച്വൽസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ അല്ല. അങ്ങനെയല്ലേ നമ്മൾ എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. ഇതിനൊരു പ്രശ്നമുണ്ട്. അതായത് 4-ാം തീയതി കൊടുത്തത് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, 4-ാം തീയതി കൊടുത്തത് എന്ന് പറയുന്നത് ഈ പരിപാടി കഴിഞ്ഞിട്ടാണോ? ആണ്. പരിപാടി കഴിഞ്ഞിട്ടാണല്ലോ. വയനാട്ടിൽ എങ്ങനെയായിരുന്നു? ഈ പറയുന്ന കാര്യങ്ങൾ കഴിയുന്നതിന് മുൻപാണ്. അപ്പൊ അവിടെ എസ്റ്റിമേഷൻ ഉണ്ട്. പരിപാടി കഴിഞ്ഞിട്ട് എന്തിനാണ് എസ്റ്റിമേഷൻ കൊണ്ട് കൊടുക്കുന്നത്? 4-ാം തീയതി കൊടുത്തതല്ല ഈ വിജയൻ അസോസിയേറ്റ്. അവിടെയാണ് ഈ അബദ്ധം വരുന്നത്. നോക്കൂ, 4/11 കൊടുത്തിരിക്കുന്നത് ദേവസ്വം കമ്മീഷൻ ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടാണ് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ പുറത്തു വന്നിരിക്കുന്നത്. അതിലാണ് 4,99,00,000. എന്റെ സംശയമേ ഉള്ളൂ, ആ റിപ്പോർട്ട് ഹൈക്കോടതിയിലിരിക്കെ, അല്ലല്ല, ആ കണക്ക് നിലവിൽ ഹൈക്കോടതിയിലിരിക്കെ എങ്ങനെയാണ് വിജയൻ അസോസിയേറ്റ് 10 കോടിയുടെ ഒരു എസ്റ്റിമേറ്റ് ഒരു ഓഡിറ്റ് തയ്യാറാക്കുക?